ഹലോ പാറു, ഞാൻ ഇവിടെ എത്തിയിട്ടോ. ഉണ്ണേട്ടാ, ഞാൻ വന്നോണ്ടിരിക്കുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. വേഗം വാ, വെറുതെ പോസ്റ്റ് ആക്കല്ലേ കേട്ടോ. Mr. Manoj, you are appointed. Your posting details will be announced soon. So, all the best. കൺഗ്രാറ്റ്സ് മനോട്ടാ. ഫുൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയായി. ഹലോ ഉണ്ണേട്ടാ, ഒരു 15 മിനിറ്റ് ഞാൻ എത്തി. എത്ര നേരമായി ഞാനിവിടെ പോസ്റ്റായി നിൽക്കണേന്നറിയോ? ദേ വന്നു. ഉണ്ണി, അവൻ നിന്നെ ഇപ്പോഴും വിളിക്കാറുണ്ടോ? അതിപ്പോ അവനെനിക്ക് തരാനുള്ള കുറച്ച് കാശ് തരാൻ വേണ്ടി വിളിച്ചതാ. നിനക്കറിയാലോ, ഞങ്ങൾ തമ്മില് നമ്മുടെ റിലേഷൻ പോലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സത്യം. അങ്ങനെ പെണ്ണിന് വേണ്ടി പോസ്റ്റായി നിന്നവന് പോസ്റ്റ്മാനായി പോസ്റ്റിംഗ്. കൺഗ്രാറ്റ്സ് ബ്രോ. നമ്മൾ ഒരേ സമയം രണ്ടുപേരെ പ്രണയിക്കുകയാണെങ്കിൽ ചൂസ് ദ സെക്കൻഡ് വൺ. കാരണം ആദ്യത്തെ ആളുടെ കുറിപ്പുകളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ അറിഞ്ഞോ അറിയാതെ നമ്മൾ മറ്റൊരാളെ പറ്റി ചിന്തിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് നഷ്ടപ്പെട്ട ആ വേദനയായിരിക്കും പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. പിന്നീട് ആ വേദനയ്ക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിൽ തന്നെ വരും. ഒരു സെക്കൻഡ്. ഫയലൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിരുന്നു. പിന്നെ
ഇതൊരുമാതിരി ചീപ്പ് ഏർപ്പാടായിപ്പോയി. ഇനി പോടാ. എന്നാലും അത് പൊളിക്കാൻ വേണ്ടി നീ ചെയ്ത പരിപാടി ഒന്ന് ഡീറ്റെയിൽ ചടാ, കുളിരട്ടെ. കഴിഞ്ഞ ദിവസം ഇവന് ജോലി കിട്ടിയതിന്റെ പേരിൽ നമ്മളൊന്ന് കൂടിയില്ല. അന്ന് ചുമ്മാ പാട്ട് കേട്ട് വർക്ക് ചെയ്യാൻ ഓർത്ത് ചേക്കൻ്റെ ഫോൺ എടുത്തപ്പോഴാ പണ്ട് എപ്പോഴോ ഇവനും അവളും കൂടി സംസാരിച്ചൊരു നൈറ്റ് കോളിംഗ് ഓഡിയോ ഫയൽ കേട്ടതെന്റെ അളിയാ. മറ്റന്നാ മതിട്ടാ. The gale force me like a shallow, and I was far out in the ocean. I cut the roof from my mouth on the potion, and down, down, down like a fever. I let my backbone slide into ether, laying in a tropical hideout. നമ്മുടെ റിലേഷൻ പോലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇമാതിരി റിലേഷൻ പൊളിക്കാൻ ഇതുപോലൊരു വെടിമരുന്ന് ധാരാളം. അവളാ. ഹലോ ഉണ്ണിയേട്ടാ, ഞാനാ പാറുവാ. എനിക്ക് ഉണ്ണിയേട്ടനെ ഒന്ന് കാണണം. എനിക്കും. നീ നമ്മൾ കാണാറുള്ള സ്ഥലത്ത് വെയിറ്റ് ചെയ്യും. ഒരു 15 മിനിറ്റ് ഞാൻ താഴ്ത്തി. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വീണ്ടും അവളുടെ പുറകെ പോണു. ഡാ, നീ വീണ്ടും പഴയ ടാക്കസിലേക്ക് പടം കാണാൻ പോവാണ? മോനടാ മാളിലൊക്കെ കളി തുടങ്ങിയടാ. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും